ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. കൈകളാൽ തീർക്കാത്ത നിത്യപാർപ്പിടം തന്നിൽ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. യെഹെസ്കേൽ 28:24. ഇസ്രായേൽ ഗൃഹത്തെ നിന്ദിച്ചവരായി അവരുടെ ചുറ്റുമുള്ള എല്ലാവരിലും നിന്ന് കുത്തുന്ന പറക്കാരെയും നോവിക്കുന്ന മുള്ളും ഇനി അവർക്കുണ്ടാകയില്ല. പ്രിയമുള്ളവരെ, നമ്മെ കുത്തി വേദനിപ്പിച്ചവരും വാക്കുകൾ കൊണ്ട് നമ്മെ മുറിവേൽപ്പിച്ചവരുമൊക്കെ ഉണ്ട്. അതൊരു കഴിഞ്ഞ കാര്യമാണ്. സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്യുന്നു, ഇനി അതുണ്ടാകയില്ല. ദൈവം നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യും. ചിലതിനെ എടുത്തു മാറ്റും, ചിലരെ നമ്മിൽ നിന്ന് അകറ്റും. അത് നമുക്കുള്ള അനുഗ്രഹമാണ്. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ വാഗ്ദത്തങ്ങൾക്കായിട്ട് സ്തോത്രം. നിന്നയും പരിഹാസവും കുത്തുവാക്കുകളും ഒക്കെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം ഒരു പൂർണ്ണമായ മോചനം ഞങ്ങൾക്ക് അവിടുന്ന് തരാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.